വെൽക്കം യൂട്യൂബ് ആയാം അതുപോലെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2500 ജോലി വേക്കൻസിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതുപോലെ തന്നെ സൂപ്പർവൈസറി ഡെവലപ്മെന്റ് സെന്ററിൽ എങ്ങനെ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാമെന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ സംസ്ഥാനത്തെ വിവിധ സർക്കാർ പൊതുമേഖലാ സ്വകാര്യ സ്ഥാപനങ്ങളിലെ 2500 ഒഴിവുകളിലേക്ക് ഇന്റർവ്യൂ നടക്കുകയാണ്. ജനുവരി 4, 2025 തൃശൂർ ജില്ലയിലെ നെടുപുഴ ഗവൺമെന്റ് വുമൻസ് പോളിടെക്നിക് കോളേജിൽ വെച്ചാണ് ഇന്റർവ്യൂ നടക്കുന്നത്. കൊച്ചി മെട്രോ, കൊച്ചിൻ ഷിപ്പ്യാർഡ്, FACT, ദുബായ് പോർട്ട്, കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, കെൽട്രോൺ, KCB, കണ്ണൂർ എയർപോർട്ട് തുടങ്ങിയ നിരവധി സ്വകാര്യ പൊതുമേഖലാ കമ്പനികൾ പങ്കെടുക്കുന്നുണ്ട്. 3 വർഷത്തെ ഡിപ്ലോമ, BTech, അതുപോലെ തന്നെ BA, BSc, BCom ബിരുദധാരികൾക്ക് അപ്രന്റീസ്ഷിപ്പ് ഈ ഡ്രൈവിൽ പങ്കെടുക്കാവുന്നതാണ്. 8000 മുതൽ അതിൽ മുകളിലോട്ട് സ്റ്റൈഫൻഡ് ലഭിക്കുന്നതാണ്. ഈ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് 1 വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കുന്നതുമാണ്. അപ്പോൾ ഇതിൻ്റെ SDCയുടെ സൈറ്റിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. ഓൺലൈനായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ കാർഡും പിന്നെ സർട്ടിഫിക്കറ്റുകളുടെയും മാർക്ക് ലിസ്റ്റുകളുടെയും ഒറിജിനലും പകർപ്പുകളും ബയോഡേറ്റയും സഹിതം 2025 ജനുവരി 4 8 മണിക്ക് പോളിടെക്നിക് കോളേജിൽ എത്തേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്, ജനുവരി 3 വരെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഏതൊക്കെ കമ്പനി പങ്കെടുക്കുന്നുണ്ടെന്ന് ഇതിൻ്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ അറിയാൻ പറ്റുന്നതാണ്. 2025 ജനുവരി 4 രാവിലെ 8 മണിയാണ് റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ പങ്കെടുക്കുക. നമുക്ക് നേരെ SDCയുടെ സൈറ്റിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്ന് നോക്കാം. www.sdcenter.org എന്ന വെബ്സൈറ്റിൽ കയറി നമ്മൾ രജിസ്റ്റർ ചെയ്യണം. SDCയുടെ വെബ്സൈറ്റിൽ കയറിയ ശേഷം നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ രജിസ്റ്റർ എന്നൊരു ഐക്കൺ കാണാം. നമ്മൾ രജിസ്റ്റർ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം അടുത്ത പേജിലോട്ട് അത് റീഡയറക്റ്റ് ചെയ്യും. അവിടെ പ്രൊസീഡ് എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മുടെ പേര്, ഡീറ്റെയിൽസ്, ആധാർ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ ID, നമ്മുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത ശേഷം നമ്മുടെ ഡിപ്ലോമ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഡിഗ്രി ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് അതിൽ അപ്ലോഡ് ചെയ്യാനുണ്ട്. അതിൽ അപ്ലോഡ് ചെയ്ത് PDF ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ചൂസ് ഫയൽ സെലക്ട് ചെയ്തിട്ട് അപ്ഡേറ്റ് കൊടുത്താൽ നമ്മുടെ ഫയൽ അപ്ഡേറ്റ് ആവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞ് സേവ് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് മോഡിഫൈ എഡിറ്റ് ചെയ്യണമെങ്കിൽ മോഡിഫൈ കൊടുത്താൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനും അവസരമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിന് ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ സേവ് ആയി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഫീ അടയ്ക്കാൻ വേണ്ടി ഫീ റെമിറ്റൻസിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫീ അടയ്ക്കുന്ന പേജിലേക്ക് പോകുന്നതാണ്. ട്രഷറിയിലോട്ടാണ് നമ്മൾ ഫീ അടയ്ക്കേണ്ടത്. അപ്പോൾ ഫീ റെമിറ്റൻസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സർവീസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾക്ക് നമുക്ക് അടുത്ത് നോക്കാവുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഈ പേജ് പോയെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് ഈ ട്രഷറിയുടെ സൈറ്റിലോട്ട് നേരെ പോകാവുന്നതാണ്. എത്ര രൂപ അടയ്ക്കണമെന്ന് ഞാൻ പറയാം. അപ്രന്റീസ്ഷിപ്പ് രജിസ്ട്രേഷന് നമ്മുടെ ഡിഗ്രിക്കാർക്ക് 80 രൂപയും അതുപോലെ തന്നെ ഡിപ്ലോമക്കാർക്ക് 65 രൂപയുമാണ്. SC STക്കാർക്കാണെങ്കിൽ ഡിഗ്രിക്കാർക്ക് 45 രൂപയും ഡിപ്ലോമക്കാർക്ക് 35 രൂപയുമേ ഉള്ളൂ. പിന്നെ ഈ കാര്യങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നിങ്ങൾ ഓർത്തു വെക്കണം. കാരണം നമ്മൾ അടുത്ത ട്രഷറിയുടെ വെബ്സൈറ്റിൽ നമുക്കിത് അടിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പം നമുക്ക് നേരെ പേയ്മെന്റിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇൻ കേസ് കഴിഞ്ഞ ഇത് പോയെങ്കിൽ നമ്മൾ ഈ ട്രഷറിയുടെ സൈറ്റിൽ കയറിയിട്ട് സർവീസ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. സർവീസിൽ ഡിപ്പാർട്ട്മെന്റൽ റെസിപ്റ്റ്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേന് എല്ലാം ഡിപ്പാർട്ട്മെന്റൽ റെസിപ്റ്റ് കിട്ടും. അതിൽ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എഡ്യൂക്കേഷണൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എഡ്യൂക്കേഷണൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ബ്രാക്കറ്റിൽ ടെക്നിക്കൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത ശേഷം ജില്ല കൊടുക്കേണ്ടത് എറണാകുളമാണ്. നമ്മുടെ ജില്ലയല്ല കൊടുക്കേണ്ടത്, നമ്മുടെ ഈ SDC സെന്ററിന്റെ ജില്ലയാണ് കൊടുക്കേണ്ടത്. അത് നമ്മൾ എറണാകുളം സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഓഫീസ് നെയിം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് സൂപ്പർവൈസറി ഡെവലപ്മെന്റ് സെന്റർ എന്നതാണ്. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴേ അവിടെ ആ ഓപ്ഷൻ വരുന്നതാണ്. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴോട്ട് സ്ക്രോൾ ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേന് റെമിറ്റൻസ് ഹെഡ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. 02020800940000 NV അതർ റെസിപ്റ്റ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ എമൗണ്ട് ഞാൻ 65 രൂപയാണ് അടയ്ക്കുന്നത്. ഡിപ്ലോമയാണ്, ജനറൽ കാറ്റഗറിയാണ്. നേരത്തെ പറഞ്ഞ ഫീ എമൗണ്ട് നിങ്ങൾക്ക് ഏതാണോ അത് നോക്കിയാണ് നിങ്ങൾ ഫീ അടയ്ക്കേണ്ടത്. അതുപോലെ തന്നെ താഴെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ നമ്മൾ നെയിമും മൊബൈൽ നമ്പറും മാത്രം കൊടുത്താൽ മതിയാകും. അത് കൊടുത്ത ശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പേജിലോട്ട് പോകും. നമുക്ക് പേയ്മെന്റ് ഗേറ്റ് വേ പ്രിഫേർഡ് ആയിട്ടുള്ള ഗേറ്റ് വേ 1 സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ UPI പേയ്മെന്റ് ആണ്. അപ്പോൾ
പ്രൊസീഡ് ഫോർ പേയ്മെന്റ് കൊടുക്കുക. അവിടുന്ന് നമുക്ക് GRN നമ്പർ ജനറേറ്റ് ആവും. അത് കഴിഞ്ഞ് UPI പേയ്മെന്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ്ങോ കാർഡ് പേയ്മെന്റോ ഏതാണെങ്കിലും കൊടുക്കാം. ഞാൻ UPI ആണ് സെലക്ട് ചെയ്യുന്നത്. UPI സെലക്ട് ചെയ്ത് ഏത് ആപ്പ് വഴിയാണോ പേയ്മെന്റ് ചെയ്യുന്ന ആപ്പ് സെലക്ട് ചെയ്ത് കൊടുത്ത് നമ്മുടെ UPI ID അവിടെ കൊടുക്കുമ്പോഴത്തേക്കിന് നമുക്ക് പേയ്മെന്റ് റിക്വസ്റ്റ് ആപ്പിൽ വരുന്നതാണ്. അത് കഴിഞ്ഞ് പ്രൊസീഡ് ടു പേയ്മെന്റ് കൊടുത്ത് നമ്മൾ പേയ്മെന്റ് ചെയ്ത ശേഷം നമ്മുടെ GRN ജനറേറ്റ് ആവും. ആ നമ്പർ നമ്മൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ലോഗിൻ ചെയ്ത ശേഷം നമുക്ക് പാസ്വേഡ് കൊടുത്തോ അല്ലെങ്കിൽ OTP കൊടുത്തോ നമുക്ക് വെബ്സൈറ്റിൽ കയറാവുന്നതാണ്. ഞാനിവിടെ OTP കൊടുത്താണ് ചെയ്യുന്നത്. OTP നമ്മുടെ മെയിൽ IDയിൽ വരും. അത് കോപ്പി ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ അപ്ഡേറ്റ് ഫീ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്ഡേറ്റ് ഫീ ഡീറ്റെയിൽസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ GRN നമ്പർ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പേയ്മെന്റ് ഡേറ്റ് നമ്മൾ ഏത് ഡേറ്റ് ആണ് കൊടുത്തത് അതുകൂടെ കൊടുത്താൽ നമ്മുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആവുന്നതാണ്. അതിനുശേഷം ഒരു ദിവസത്തിനകം നമ്മുടെ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ കാർഡ് നമ്മുടെ മെയിലിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.